സോന അപ്പോൾ സോനയ്ക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നാടാകെ പ്രതിഷേധത്തിൻ്റെ അലയടി ഉണ്ടാകുന്നതും ഒരുപക്ഷെ സോന മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നോക്കൂ, നേരത്തെ ആ, ഒരു കുട്ടി പറഞ്ഞതുപോലെ ഇനിയൊരു മകൾക്കും ഈ വിധി ഉണ്ടാകരുത് എന്ന് സോനയ്ക്കും ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് സോന കരുതുന്നത്? എന്താണ് സോനയ്ക്ക് കേരളത്തോട് പറയാനുള്ളത്? വയനാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിത ഉറപ്പാക്കണം. അത് മെഡിക്കൽ ഫീൽഡിലും അത് അല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും പേടിയാണ്. എനിക്ക് തന്നെ ഇപ്പം പേടിയാണ്. എൻ്റെ പപ്പേനെ ഈ വയനാട്ടിൽ ജീവിക്കാൻ പേടിയാകുക. വന്യമൃഗങ്ങൾക്കുള്ള വില പോലും ഈ വയനാട്ടിലെ ആൾക്കാർക്ക് നൽകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സോന പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. രണ്ട്, ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ വേണ്ടത്ര ചികിത്സ കിട്ടാത്ത സാഹചര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വയനാടിൻ്റെ ഇപ്പോഴത്തെ ശാപം. സോന, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. ഞാൻ പറഞ്ഞത്, സോന വിശദീകരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ വയനാടിനുള്ളത്. ഒന്ന്, വന്യമൃഗങ്ങളുടെ ശല്യം. രണ്ട്, ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ അവർക്ക് നല്ല ചികിത്സ കിട്ടാത്ത സാഹചര്യം. കാരണം മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, മറ്റാശുപത്രികളില്ല. അതല്ലേ? അതെ, ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം ഇവിടുത്തെ അവസ്ഥ കേട്ട് നിൽക്കുന്നവർക്ക് തന്നെ അത് മനസ്സിലാകും. മെഡിക്കൽ കോളേജ് എല്ലാം ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത വേറൊരു മെഡിക്കൽ കോളേജിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മെഡിക്കൽ കോളേജാണോ? വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് ഗതി വരില്ലായിരുന്നു. നോക്കൂ സോന, കുറുവാദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായിരുന്നു സോനയുടെ പിതാവ്. ജോലിക്ക് പോകുന്ന വഴിയാണ് ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടത്. ഭയന്നോടിയപ്പോൾ കമിഴ്ന്നു വീണു. പിന്നാലെ വന്ന കാട്ടാന ചവിട്ടി. ഇങ്ങനെയൊക്കെയാണ് സോനയുടെ പിതാവ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ വേണമെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുമായിരുന്നുവെങ്കിൽ സോനയുടെ പിതാവിന് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാണ്. അതെ, തിരിച്ചു കിട്ടുമായിരുന്നു. പപ്പ എനിക്ക് ഗതി വരില്ലായിരുന്നു. എൻ്റെ പപ്പ ഇപ്പോഴും ഉണ്ടാവുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് നേരം ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നാണോ, അതോ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ വേണ്ട പറഞ്ഞ് വിദഗ്ധ ഡിലേ ആക്കി. ചികിത്സ അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ്? പപ്പയുടെ സ്റ്റാഫ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല. നമ്മൾ ആ ഘട്ടത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു, നേരം അവിടെ ഡിലേ ആക്കി. കോഴിക്കോട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഒരുപാട് ആംബുലൻസ് നേരം റോഡ് കഴിഞ്ഞ് മാർഗം കൊണ്ടുപോയി. കൊണ്ടുപോകണോ അതോ എയർ ആംബുലൻസ് ഉപയോഗിക്കണോ എന്ന്. എയർ ആംബുലൻസ് ഒക്കെ എത്തിയിരുന്നു, പക്ഷേ അതിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സോന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്തിനാണ് എയർ ആംബുലൻസ് വരുമെന്നും പറഞ്ഞ് അത്രയും നേരം ഒരു ജീവന് കൊതിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനെ അങ്ങനെ കഷ്ടപ്പെടുത്തിയതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം ഉറപ്പില്ലെങ്കിൽ അത് ചെയ്യരുത്. അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഒരുപാട് നേരം അവിടെ ഡിലേ ആക്കി. ശസ്ത്രക്രിയ ചെയ്യണമെന്നും പറഞ്ഞ് എന്നിട്ടും ചെയ്തില്ല. ഒരുപാട് നേരം അവിടെ ജീവനോട് മല്ലിട്ട് കിടക്കുമായിരുന്നു എൻ്റെ പപ്പ. അവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത്രയും നേരം വൈകിപ്പിച്ചത്? അവിടുത്തെ നേരെ കോഴിക്കോട് കൊണ്ടുപോയിരുന്നല്ലോ. ഇന്ന് പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും വയനാട്ടിലാകെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നു. ഇന്ന് തന്നെ അദ്ദേഹം എത്തുന്നുണ്ട്. നാളെ അദ്ദേഹം വയനാട്ടിലേക്ക് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആളുകൾ വലിയ നിലയിൽ
പ്രതിഷേധത്തിലാണ്. എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു രോഷം എന്ന് പറയുന്നത് ഇനിയും ഇത് താങ്ങാനാകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജനതയ്ക്ക് ഇങ്ങനെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ്. പൂർണ്ണ സുരക്ഷിതത്വമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ സോന അടക്കമുള്ള വയനാട്ടുകാർ? അതെ, വയനാട്ടുകാർക്ക് സുരക്ഷിത ഉറപ്പ് വരുത്തണം. ഇനി വേറെ ആർക്ക് ഈ ഗതി വരരുത്. ഒന്ന്, ചികിത്സ വൈകിപ്പിക്കരുത്. ഒരാളുടെ ജീവൻ വെച്ച് കളിക്കരുത്. പിന്നെ വന്യജീവികളിൽ നിന്ന് ഈ വയനാട്ടുകാർ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ കേൾക്കുന്നതാ. ഈ ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. ഇപ്പതാ എത്ര പേരാ, ഇത് മൂന്നാമത്തെ അല്ല എൻ്റെ പപ്പ. ഇനി ഒരാൾക്കും കൂടെ ഇങ്ങനൊരു ഗതി വരരുത്. കഴിഞ്ഞ ശനിയാഴ്ച ഇതുപോലെയാ വേറൊരു മോള് ഇത് പറഞ്ഞത്. എന്നിട്ട് ആ കൊച്ചു പറയുകയും ചെയ്തായിരുന്നു വേറെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരരുതെന്ന്. അത് ഒരാഴ്ച തികയുന്നതിന് മുമ്പേ വേറെ ഒരാൾക്ക് ആ ഗതി വന്നു. അജീഷിന്റെ മകൾ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെയൊക്കെ കാതിലുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോഴേക്കും സോനയ്ക്കും അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം, സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സോനയ്ക്ക് അക്കാര്യത്തിലൊക്കെ തൃപ്തിയുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കുറേ പേര് വരുന്നേം പോകുന്നതൊക്കെ കാണാം. ഞാൻ അതിലൊന്നും അന്വേഷിക്കാറില്ല. എനിക്ക് എൻ്റെ പപ്പയ്ക്ക് പകരം ആരും കിട്ടില്ല എന്നറിയാം. പക്ഷെ പപ്പ ചെയ്യുന്നതിന് പറ്റുന്ന പോലെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പപ്പയ്ക്ക് പകരം ഒരിക്കലും ആവത്തില്ല. ഇപ്പോൾ സോനയൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നതാണോ? നിങ്ങൾക്കൊക്കെ അത്തരം ജീവിതമായിട്ടൊക്കെ സാധാരണഗതിയിൽ ശീലിച്ചു പോയിട്ടുള്ളതാണോ? അതോ ഈ പെട്ടെന്നാണോ ഈ കാട്ടാന ആക്രമണമൊക്കെ ഇപ്പോൾ കൂടി വരുന്നത്? അല്ല, ഇവിടെ സ്ഥിരം കാട്ടാന വരുന്നതാ. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റാണ്. അപ്പം മിക്ക ദിവസങ്ങളിൽ ഇതിൽക്കൂടെ ആനേനെ ഓടിച്ചു പോകുന്ന കാണാം. പിന്നെ എൻ്റെ പപ്പ വയലിൽ പോയി കാവലി കിടക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഇത് പപ്പ ഡ്യൂട്ടിക്കിടെയാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോഴാണ്. ഒരു വനവകുപ്പ് ജീവനക്കാരനും കൂടെ. സോനയുടെ വീട്ടിൽ സോന അല്ലാതെ വേറെ ആരൊക്കെയാണ് ഉള്ളത്? പപ്പയുടെ റിലേറ്റീവ്സ് ഉണ്ട്, അമ്മയുടെ ബന്ധുക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ അമ്മയും സോനയും മാത്രമാണോ ഇപ്പം ഇനി വീട്ടിൽ ബാക്കി ഉണ്ടാവുക? അതെ, വേറെ ആരുമില്ല. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ 3 പേരുമായിരുന്നു താമസം. ഇല്ല, അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല. പപ്പയുടെ വരുമാനത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അമ്മക്ക് ജോലി നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനിയിപ്പം അങ്ങനെ ഒരു ഇത് പിന്നെ വയനാട് എന്നുള്ളത് ജനങ്ങളെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുടെ നാടാണല്ലോ. അപ്പം ചിലപ്പോൾ വന്യമൃഗങ്ങൾ ഇനി ഉപദ്രവിച്ചെന്ന് വരും. അക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അടുത്തൊരു സംഭവം നടക്കുമ്പോൾ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ യാചിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒന്നും നടക്കരുതെന്ന്. നടന്നാൽ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കുള്ളൊരു വഴിയൊരുക്കണം. വയനാട് മെഡിക്കൽ കോളേജിൽ വേണ്ടുന്ന ഫെസിലിറ്റീസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ വയനാട് മെഡിക്കൽ കോളേജ് എന്നുള്ള തലക്കെട്ട് അതിന് ചേരില്ല. Debate with MV Nikesh Kumar.